ഹലോ ഹായ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് ഒരു കല്യാണത്തിന് പോവാണ്. വൈകുന്നേരത്തെ കല്യാണമാണ്. 4 മണി എന്നാണ് സമയം പറഞ്ഞത്, പക്ഷെ ഇപ്പോൾ ഇവിടെ 3:50. നമ്മൾ സിനിമ കണ്ട് അന്തം വിട്ടിരുന്നു പോയി. അപ്പം നമ്മൾ ഇതൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു, കാരണം ഒരു മിനിറ്റിൽ ഇത് ഒതുങ്ങത്തില്ല. ഇവളിപ്പോൾ ഇവളുടെ ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാൻ കൊടുത്ത് വാങ്ങി കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് റെഡി ആവാം. ഓക്കെ, അപ്പം നമ്മൾ പറ്റുന്ന ഷോർട്സൊക്കെ നമുക്ക് ആഡ് ചെയ്യാം അല്ലേ. കുറച്ച് ഡാൻസും കലാപരിപാടികളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ ആഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ മാറ്റാൻ പോവാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് പേസ്റ്റൽ കളേഴ്സ് ഇടാനാണ്. കാരണം അവരുടെ ക്ലോസ് റിലേറ്റീവ്സ് ഓഫ് വൈറ്റ് കളറാണ് അല്ലേ. പക്ഷെ നമ്മൾ ഓഫ് വൈറ്റ് അല്ല, നമ്മൾ ക്ലോസ് അല്ലല്ലോ. അപ്പം നമ്മൾ പേസ്റ്റൽ കളർ, ഞാനൊരു ലൈറ്റ് ബ്ലൂ, ഇവളൊരു ലൈറ്റ് ബ്ലൂ, ഇവളൊരു ലാവൻഡറും അല്ലേ. ലാവൻഡറും ഇവിടുന്ന് അടിച്ച് ഓൾട്ടർ ചെയ്ത് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ. ഇന്നലെ നമ്മൾ പോയി എടുത്താണ്, ഇവൾ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ബാക്കി നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് സംസാരിക്കാം. നമുക്ക് റെഡി ആയാലോ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബാക്കി മേക്കപ്പ് പരിപാടികൾ, മേക്കപ്പ് എന്നൊന്നും പറയില്ല, കണ്ടെഴുതുമ്പോൾ ലിപ്സ്റ്റിക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളത് ആ പരിപാടികൾ നോക്കുകയാണ്. കമ്മിലിടണം, ഓർണമെന്റ്സ് ഇടണം, ബാക്കി പരിപാടികൾ നമുക്ക് പിന്നെ നോക്കാം. ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ റെഡിയായി. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. പിന്നെ ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്യാം അല്ലേ. അപ്പം നമ്മൾ പോവാണ്. 4 മണിക്ക് നടക്കുന്ന പരിപാടിയായിരുന്നു, പോസ്റ്റ്പോൺ ആയി അല്ലേ. പോസ്റ്റ്പോൺ ആയി. അപ്പോൾ നമ്മൾ ഒരു 6 മണി ആയിട്ടുണ്ടാവും. 6 മണി കഴിഞ്ഞു നമ്മൾ ഇറങ്ങുവാണ്. ബ്രൈഡൽ എൻട്രിയും ഗ്രൂം എൻട്രിയും മിസ്സാക്കരുത് എന്നാണൊരു പ്രാർത്ഥന. ഇവിടെ വണ്ടി ഒരുപാട് പോകുന്നുണ്ട്. എന്താ സൗണ്ട് ഒരു പ്രശ്നമാണ്, കുഴപ്പമില്ല. റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉമ്മ റെഡിയായി. ഉമ്മ നോക്കി ഒരു ഹായ് പറയൂ. അപ്പം നമ്മൾ ഇപ്പോൾ പോവാൻ നിൽക്കുകയാണ്. കാറിൽ കയറി വണ്ടി എടുത്തു. സോ ഒരു 5-10 മിനിറ്റ്സ് നമ്മൾ എത്തും. പർദ്ദയിട്ട് സിമ്പിളായി എന്നാണ് വിചാരിക്കണം. നമുക്ക് അതാണ് കംഫർട്ടബിൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. അമ്മ ഞങ്ങളുടെ കളറിന് ഒപ്പിച്ചൊരു പേസ്റ്റൽ ഷോളൊക്കെ റെഡി ആയിട്ടുണ്ടല്ലേ. അമ്മ കൂടെ നോക്കൂ. അതെ, ഇപ്പൊ ഞങ്ങൾ ആരും ടീമിലില്ല എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വേറൊരു ഷർട്ട് ഞങ്ങൾ പറഞ്ഞു പേസ്റ്റൽ കളർ ഇടാൻ കേട്ടില്ല, കാര്യമില്ല. അളിയൻ ഹായ് പറയൂ. അല്ല, ഹായ് പറയൂ. അന്നി കണ്ടോ, വൈറ്റ്, ഫുൾ വൈറ്റ് ആണ് അന്നി. എന്റെ പുന്നാര സഹോദരി, ഇവള് കാരണമാണ് ഞങ്ങൾ ലേറ്റ് ആയത്. ഞങ്ങൾക്ക് ആദ്യത്തെ പരിപാടികൾ മിസ്സായത്. വെള്ളയും ഇവള് കുടുംബക്കാരി ഒന്നുമല്ല, പക്ഷെ ഇവര് വെള്ള ഇട്ടപ്പോ ഇവക്ക് മെയിലാകാൻ വെള്ള ഇടണം എന്ന് പറഞ്ഞ് ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. പ്ലേറ്റും ഗ്ലാസും ഒക്കെ വെച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. കുണു ഇവിടെ മന്തിയാ പറഞ്ഞ്. ഞാനിത് കഴിഞ്ഞിട്ട് ഇനി ബിരിയാണി റൈസ് കഴിക്കും. ഫുഡിന്റെ പേര് ചിക്കൻ സുറുബിയാണ് അല്ലേ. എങ്ങനെയുണ്ട് ഗുണോ ചിക്കൻ സുറുബിയൻ? കുഴപ്പമില്ല, രസമില്ല. ഗുണ വീണ്ടും ബിരിയാണി എടുത്തിട്ട്. ബിരിയാണി എങ്ങനെയുണ്ട് പറയൂ ഗുണം? നല്ല സോഫ്റ്റ് ബീഫ് ഒക്കെ ആണല്ലേ. അത് കുഴപ്പമില്ല, അത് സന്തോഷമല്ലേ. അപ്പം ചിക്കൻ കുറുമയും പിന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ ചിക്കൻ സുറുബിയൻ. എല്ലാം എനിക്കത് അറിയില്ല, കൊള്ളില്ല എന്നാണ് പറയുന്നത്. പിന്നെ മിസ്സായി. ആരാ വെള്ളടിച്ച് പഠിപ്പിക്കുന്നത്?